ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് നോക്കുന്നത് SAT ചാപ്റ്റർ വൈസ് ക്ലാസ്സിൽ 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസിൽ 10ാമത്തെ ചാപ്റ്ററാണ് രൂപത്തിനും ബലത്തിനും. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. നോക്കിക്കേ, ഇവിടെ ഒരു ചിത്രം കാണിച്ചിട്ടുണ്ട്. എന്താണ്? കുറുക്കൻ പറയുകയാണ്, ആമകൾക്ക് ഈ തോടില്ലായിരുന്നെങ്കിൽ. ആമ പറയുകയാണ്, വെറുതെയാണോ എൻ്റെ ഈ ശരീരത്തിന് ഈ ഹെൽമെറ്റ്? അപ്പോൾ എന്താണ്? മറ്റുള്ള ജീവികളിൽ നിന്ന് ആമയ്ക്ക് സംരക്ഷണം ഈ പുറന്തോടിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. തിരിച്ചിട്ടാലും മറിച്ചിട്ടാലും അത് ആ തോടിനുള്ളിൽ ഒളിക്കും, അല്ലേ? അപ്പോൾ ആ ഒരു തോട് അതിന് സംരക്ഷണം നൽകുന്നുണ്ട് മറ്റുള്ള ജീവികളിൽ നിന്ന്. അതുപോലെ തന്നെ കുറുക്കന് ആമയെ ഭക്ഷിക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? ആ തോട് ഉള്ളതുകൊണ്ടാണ്. ആമയെപ്പോലെ പുറന്തോടുള്ള മറ്റു ജീവികളുണ്ടോ? മറ്റ് ജീവികളുണ്ട്. അത്ര കട്ടിയുള്ള തോടല്ലെങ്കിലും ഓരോ ജീവികൾക്കും പുറന്തോട് ഉണ്ട്. അതിനുദാഹരണമാണ് പാറ്റ, ഒച്ച്, വണ്ട്, കൊക്ക്, ഞണ്ട്, കക്ക, തേരട്ട, കൊമ്പൻ ചെല്ലി, പൂമ്പാറ്റ, ചീവീട്, തേൾ, നക്ഷത്ര മത്സ്യം, കടൽ ചേന എന്നിവയൊക്കെ പുറന്തോടുള്ള മത്സ്യത്തിന് ഉദാഹരണമാണ്. കട്ടിയുള്ള പുറന്തോടുകൾ ജീവികൾക്ക് എങ്ങനെ പ്രയോജനപ്പെടുന്നു? മറ്റുള്ള ജീവികളിൽ നിന്ന് സംരക്ഷണം നൽകുന്നുണ്ടല്ലേ. ഇപ്പോൾ ആമയെ കണ്ടോ, വേറൊരു ജീവി പിടിക്കാൻ വന്നപ്പോൾ അതെന്ത് ചെയ്തു? അതിൻ്റെ ഉള്ളിലേക്ക് അതിൻ്റെ തലയും കൈയും കാലും എല്ലാം ഉള്ളിലേക്ക് വലിച്ചു. അപ്പോൾ ഇങ്ങനെ കിടക്കുമ്പോൾ മറ്റുള്ള ജീവികൾ അതിനെ ഉപദ്രവിക്കാൻ സാധ്യത കുറവാണ്. ഓക്കെ, നോക്കിക്കേ, ഇവിടെ ചില ജീവികളെ കാണിച്ചിട്ടുണ്ട്. എല്ലാ ജീവികളുടെയും പുറന്തോടുകൾ ഒരേപോലെയാണോ? ആണോ? അല്ല, എല്ലാ ജീവികളുടെയും പുറന്തോടിന് വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഇവിടെ എന്താണ്? ഒരു വണ്ടിനെ കാണിച്ചിട്ടുണ്ട്. വണ്ടിൻ്റെ പുറന്തോട് ഇത്തിരി കട്ടിയുണ്ടല്ലേ. അതുപോലെ തന്നെ ഞണ്ടിൻ്റെതിൻ്റെയും ഒച്ചിൻ്റെതിൻ്റെയൊക്കെ നല്ല കട്ടിയുണ്ട്. പാറ്റാടെ പുറന്തോടിന് അത്ര കട്ടിയുണ്ടോ? ഇല്ല. നോക്കിക്കേ, പഴുതാരയുടെയും തേരട്ടയുടെയും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? തേരട്ടയ്ക്ക് നല്ല ഇച്ചിരി കട്ടി കൂടിയിട്ടുണ്ടല്ലേ. എന്നാൽ പഴുതാരയുടെ പുറന്തോടിന് അത്ര കട്ടിയുണ്ടോ? ഇല്ല. ജീവികളുടെ പുറന്തോടും അവയുടെ ആകൃതിയും തമ്മിലുള്ള ബന്ധമെന്ത്? ഈ പുറന്തോടുകൾ ജീവികൾക്ക് എപ്രകാരമാണ് സഹായകമാകുന്നത്? നമുക്ക് അതിനുള്ള ഉത്തരം നോക്കാം. ആകൃതിക്കും സംരക്ഷണത്തിനും. ഒച്ച്, വണ്ട്, ഞണ്ട്, ചിപ്പികൾ മുതലായ ജീവികൾക്ക് കട്ടിയുള്ള പുറന്തോടാണ് ഉള്ളത്. പഴുതാര, തേരട്ട തുടങ്ങിയവയുടെ പുറന്തോടുകൾ കട്ടി കുറഞ്ഞവയാണ്. ശരീരഭാഗങ്ങളെ സംരക്ഷിക്കുന്നതിനും ആകൃതി നൽകുന്നതിനും ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടുന്നതിനും പുറന്തോടുകൾ സഹായിക്കുന്നു. ശരീരത്തിന്റെ പുറത്തുള്ള ഇത്തരം ആവരണങ്ങളെ എന്താ പറയുന്നത്? ബാഹ്യാസ്ഥികൂടമെന്നാണ് പറയുന്നത്. മത്സ്യങ്ങളുടെയും ഉരഗങ്ങളുടെയും ചെതുമ്പലുകൾ, പക്ഷികളുടെ തൂവലുകൾ, ജന്തുക്കളിലെ രോമങ്ങൾ, കൊമ്പുകൾ, കുളമ്പുകൾ, നഖങ്ങൾ തുടങ്ങിയവയെല്ലാം ബാഹ്യാസ്ഥികൂടത്തിന്റെ അവശേഷിപ്പുകളാണ്. അപ്പോൾ എന്താണ്? അവരുടെ ശരീരത്തിന് ആകൃതി നൽകാനും മറ്റുള്ളവരിൽ നിന്ന് രക്ഷ നേടാനും ഒക്കെയാണ് അവർക്ക് പുറന്തോടുകൾ ഉള്ളത്. ഇനി നോക്കിക്കേ, പുറന്തോടിലെ വർണ്ണ വൈവിധ്യം നമ്മൾ കണ്ടിട്ടുണ്ട്. ആമ അല്ലെങ്കിൽ ഇതുപോലത്തെ സ്വർണ്ണ വണ്ട്, നല്ല ഭംഗിയല്ലേ ഇതിനെ കാണാൻ? നമ്മൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് ഇതിനെയൊക്കെ ഓരോരുത്തർ പിടിച്ച് തിന്നുന്നത് അല്ലേ. നോക്കിക്കേ, പുറന്തോടിലെ വർണ്ണവൈവിധ്യം. പുറന്തോടുകളിലെ മനോഹരമായ പാറ്റേണുകൾ, നിറങ്ങൾ തുടങ്ങിയവ പല ജീവികളെയും കൂടുതൽ ആകർഷകമാക്കുന്നു. ഈ ആകർഷകത്വം അവയുടെ നിലനിൽപ്പിന് ഭീഷണിയാവുന്നുമുണ്ട്. മനുഷ്യൻ യാതൊരു നിയന്ത്രണവുമില്ലാതെ ഇവയെ പിടികൂടുന്നു. ഇത്തരത്തിലുള്ള പല ജീവികളും ഇന്ന് വംശനാശ ഭീഷണിയിലാണ്. അപ്പോൾ മനുഷ്യർ ഇതിനെയൊക്കെ എന്താണ് വളരെ ആകാംക്ഷാപൂർവ്വം എടുത്ത് പിടിക്കാറുണ്ട്. പിടിച്ചവർ തിന്നാറുണ്ടല്ലേ. എന്തായാലും ഇതിനൊക്കെ ഇപ്പോൾ വംശനാശ ഭീഷണി നേരിടുകയാണ്. നോക്കിക്കേ, രൂപം നൽകാൻ ഇവിടെ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള രണ്ട് ജീവികളുടെ ചിത്രം കാണിച്ചിട്ടുണ്ട്, പാറ്റായും പല്ലിയും. നോക്കിക്കേ, നമ്മുടെ വീടുകളിൽ എപ്പോഴും കണ്ടുവരുന്ന രണ്ട് ചെറു ജീവികളാണ് പാറ്റയും പല്ലിയും. ഇവിടെ അസ്ഥികൂടം ഒരേപോലെയാണോ? ആണോ? ഇവരുടെ അസ്ഥികൂടം ഒരുപോലാണോ? അല്ല. ഇവരുടെ രണ്ടുപേരുടെ അസ്ഥികൂടം എങ്ങനെയാണ്? വ്യത്യസ്തമായിട്ടാണ് ഉള്ളത്. ഓക്കെ, നമുക്കറിയാം നമ്മുടെ വീട്ടിലൊക്കെ ജനലിൻ്റെയോ കതകിൻ്റെയോ ഇടയിലൊക്കെ പല്ലി കയറി ചത്തിരുന്നാൽ അതിൻ്റെ അസ്ഥികൂടമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. അപ്പോൾ പാറ്റയുടെയും പല്ലിയുടെയും അസ്ഥികൂടം ഒരേപോലെയാണോ? അല്ല, വ്യത്യസ്തമായിട്ടുള്ളതാണ്. ശരി, അസ്ഥികൂടങ്ങൾ പരിചയപ്പെടാം.
വിവിധ ജീവികളുടെ അസ്ഥികൂടങ്ങളുടെ ചിത്രങ്ങളാണ് താഴെ തന്നിട്ടുള്ളത്. കണ്ടോ, നോക്കിക്കേ. കണ്ടോ, ഓരോ ജീവികളുടെ അസ്ഥികൂടം കാണിച്ചിട്ടുണ്ട്. നമുക്ക് ഏകദേശം എന്തൊക്കെ മനസ്സിലാക്കാം? പശുവിൻ്റെ പോലെയുണ്ട്, ആടിൻ്റെ ഉണ്ട്, പൂച്ചയുണ്ട്, പിന്നെ കൊക്ക് പോലെ എന്തോ ഒരു ജീവിയുടെ ഉണ്ട്, പല്ലിയുണ്ട്, പിന്നെ മീനുണ്ട്. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള അസ്ഥികൂടങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. നമ്മൾ ഒച്ച, ഞണ്ട് എന്നിവയുടെയൊക്കെ അസ്ഥികൂടങ്ങൾ കണ്ടല്ലേ? അതൊക്കെ എന്താണ്? ബാഹ്യ അസ്ഥികൂടമാണ് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ശരീരത്തിനുള്ളിൽ കാണുന്ന അസ്ഥികൂടത്തിന് എന്ത് പേരാ പറയുന്നത്? പശു, ആട് തുടങ്ങിയ ജീവികളുടെ അസ്ഥികൂടങ്ങൾ ശരീരത്തിനുള്ളിലാണ്. ഇവ എങ്ങനെ അറിയപ്പെടുന്നത്? ആന്തരാസ്ഥികൂടങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ആമ, ചീങ്കണ്ണി, മുതല തുടങ്ങിയ ജീവികൾക്ക് ആന്തരാസ്ഥികൂടവും ബാഹ്യ അസ്ഥികൂടവും ഉണ്ട്. കണ്ടോ, ഇവിടെ ചീങ്കണ്ണിയുടെ ഒരു ചിത്രം കാണിച്ചിട്ടുണ്ട്. ചീങ്കണ്ണി അല്ലെങ്കിൽ മുതല, അതിൻ്റെ ചിത്രം കാണിച്ചിട്ടുണ്ട്. നോക്കിയിരിക്കും. കണ്ടോ, പുറത്ത് കണ്ടോ നല്ല കട്ടിയുള്ള തോടുണ്ട്, അകത്തും അതിന് അസ്ഥികൂടമുണ്ട്. ഓക്കെ. അപ്പോൾ അസ്ഥികൂടങ്ങൾ ജീവികൾക്ക് എങ്ങനെയൊക്കെയാണ് സഹായകമാകുന്നത്? അവയ്ക്ക് രൂപവും ചട്ടക്കൂടും പ്രദാനം ചെയ്യുന്നു, ശരീരഭാരം താങ്ങി നിർത്തുന്നു, ആന്തരാവയവങ്ങളെ സംരക്ഷിക്കുന്നു. അപ്പോൾ അതിന് കൃത്യമായിട്ട് ഒരു ആകൃതി നൽകുന്നുണ്ടല്ലേ? അസ്ഥികൾ ശരീരത്തിന് ആകൃതിയും ഉറപ്പും നൽകുന്നു. അവ ചലനത്തിനും സഹായിക്കുന്നുണ്ട്. അപ്പം നമ്മളൊന്ന് ആലോചിച്ച്, നമുക്ക് പല്ലുള്ളത് കൊണ്ടാണ് നമ്മുടെ ചുണ്ട് നല്ല വൃത്തിക്ക് ഇരിക്കുന്നത്. നമ്മൾ അപ്പൂപ്പന്മാരെയൊക്കെ കണ്ടു കഴിയുമ്പോഴല്ലേ നമുക്കറിയാം, അപ്പൂപ്പന്മാരെ അമ്മൂമ്മമാരെയൊക്കെ കാണുമ്പോൾ എന്താണ്, ആ പല്ലെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ചുണ്ട് എന്താണ്, അകത്തോട്ടങ്ങ് ആയിപ്പോകും അല്ലേ? അപ്പോൾ നല്ല കൃത്യമായിട്ടുള്ള ആകൃതി തരുന്നത് ആരാണ്? നമ്മുടെ അസ്ഥികളാണ് നമുക്ക് ചലനത്തിനും സഹായിക്കുന്നത്. അപ്പോൾ അസ്ഥികളുടെ പങ്ക് വളരെ വലുതാണ്. അപ്പോൾ നമ്മുടെ കൈയോ കാലോ ഒക്കെ ഒടിയുകയാണെങ്കിൽ നമ്മുടെ ശരീരം അതുപോലെ തളർന്നു കിടക്കത്തില്ലേ? അപ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിന് ആകൃതിയും അതുപോലെ തന്നെ ഉറപ്പും ഒക്കെ ആര് തരുന്നുണ്ട്? അസ്ഥി തരുന്നുണ്ട്. നമ്മൾ നല്ല കൃത്യമായ ആകൃതിയിലിരിക്കുന്നത് അസ്ഥി ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, നോക്കിക്കേ. ഇവിടെ ചിത്രത്തിൽ എന്താ കാണുന്നത്? നമ്മുടെ മനുഷ്യ ശരീരത്തിലെ വിവിധ ഭാഗങ്ങളാണ്. തലയോടുണ്ട്, വാരിയലുണ്ട്, കയ്യിലെ എല്ലുകളുണ്ട്, നട്ടെല്ലുണ്ട്. അപ്പോൾ അസ്ഥി, തലയോട്, വാരിയല്, നട്ടെല്ല്, കയ്യിലെ എല്ലുകൾ, കാലിലെ എല്ലുകൾ കാണിച്ചിട്ടുണ്ട്. പ്രത്യേകത, പ്രയോജനം ചോദിച്ചിട്ടുണ്ട്. നോക്കിക്കേ, തലയോട് പ്രത്യേകത എന്താണ്? പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ട ധാരാളം അസ്ഥികൾ ഒത്തുചേർന്നതാണ് നമ്മുടെ തലയോട്. എന്താണ്? പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ട ധാരാളം അസ്ഥികൾ ഒത്തുചേർന്നത്. കീഴ്ത്താടിയെല്ല് ഒഴികെ മറ്റ് അസ്ഥികൾക്ക് ചലന സ്വാതന്ത്ര്യം ഇല്ല. നമുക്ക് നമ്മുടെ വായ അനങ്ങുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ കീഴ്ത്താടി മാത്രമാണ് ചലിക്കുന്നത് അല്ലേ? കീഴ്ത്താടിയെല്ല് മാത്രമാണ് ചലിക്കുന്നത്. ബാക്കി ഒരസ്ഥിക്കും തലയിൽ ചലനമില്ല. ഓക്കെ, പ്രയോജനം എന്താണ്? തലച്ചോറിനെ സംരക്ഷിക്കുന്നുണ്ട്. നമ്മുടെ തലച്ചോറിനെ സംരക്ഷിക്കുന്നത് ആരാണ്? തലയോടാണ്. ഇനി നോക്കിക്കേ, വാരിയെല്ല്. വാരിയെല്ല് 12 ജോഡി അസ്ഥികളാണ്. 12, ഇവിടെ ചിത്രത്തിൽ നോക്കിക്കേ, കണ്ടോ, 12 ജോഡി, 12, 12, 24 വാരിയെല്ലുണ്ട്. അപ്പോൾ 12 ജോഡി അസ്ഥികൾ വളഞ്ഞ് കൂടുപോലെ കാണുന്നു. കണ്ടോ, വളഞ്ഞ് കൂടുപോലെ കാണുന്നത്. ഇതിനുള്ളിൽ എന്തോ ഉണ്ട്? ഇതിനുള്ളിൽ നമ്മുടെ ഹൃദയവും ശ്വാസകോശവും ഒക്കെ ഉണ്ട്. അപ്പോൾ പ്രയോജനം എന്താണ്? ഹൃദയം, ശ്വാസകോശം എന്നീ അവയവങ്ങളെ സംരക്ഷിക്കുന്നുണ്ട്. ആര്? വാരിയെല്ല്. അടുത്ത എന്താണ്? നട്ടെല്ല്. നട്ടെല്ല് കുറേ അസ്ഥികൾ ചേർന്ന് വലിയ ഒരു അസ്ഥി പോലെ കാണുന്നു. നോക്കിക്കേ, ഇത് ഏത് ആകൃതിയിലാണ് കാണപ്പെടുന്നത്? ഒരു എസ് ആകൃതിയിലാണിത് കാണപ്പെടുന്നത്. എന്താണ്? കുറേ അസ്ഥികൾ ചേർന്നാണ് നട്ടെല്ല് കാണപ്പെടുന്നത്. എസ് ആകൃതിയിലാണ് കാണപ്പെടുന്നത്. പ്രയോജനം എന്താണ്? നിവർന്നു നിൽക്കാൻ സഹായിക്കുന്നു, ശരീരചലനം സാധ്യമാകുന്നു. നമ്മൾ നട്ടെല്ലുണ്ടെങ്കിൽ നമുക്ക് നിവർന്നു നിൽക്കാൻ പറ്റത്തുള്ളൂ അല്ലേ? ഓരോരുത്തരൊക്കെ പറയാറില്ലേ, നട്ടെല്ലുണ്ടോ എന്ന് ചോദിക്കത്തില്ലേ? നിനക്ക് നട്ടെല്ലുണ്ടോ എന്നൊക്കെ ചോദിക്കത്തില്ലേ? നമ്മൾ നല്ല നിവർന്ന് നിൽക്കണം. നോക്കിക്കേ, കയ്യിലെ എല്ലുകൾ. കയ്യിലെ എല്ലുകൾ എന്തിനാണ്? വിരലുകളിൽ ചെറിയ അസ്ഥികൾ ചേർന്നിരിക്കുന്നു. ഭുജത്തിലും കണങ്കൈയിലും നീളമുള്ള അസ്ഥികൾ. കയ്യിലെ എല്ലുകളുടെ പ്രത്യേകത എന്താണ്? വിരലുകളിൽ ചെറിയ അസ്ഥികളാണ്. നമുക്ക് തൊട്ട് നോക്കുമ്പോൾ അറിയാൻ സാധിക്കും. വിരലുകളിൽ ചെറിയ അസ്ഥികൾ ചേർന്നിരിക്കുന്നു. ഭുജത്തിലും കണങ്കൈയിലും നീളമുള്ള അസ്ഥികളാണ്. കണ്ടോ, ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. കണ്ടോ? ഓക്കെ, പിന്നെന്താണ് പ്രയോജനം? എന്താ?
കൈകളുടെ ചലനം സാധ്യമാകുന്നു. നമുക്ക് കൈയില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടായില്ലേ, നമ്മുടെ കൈകളുടെ ചലനം സാധ്യമാകുന്നുണ്ട് കൈയിലെ എല്ലുകൾ കൊണ്ട്. കാലിലെ എല്ലുകൾ. കാലിലെ എല്ലുകളുടെ പ്രത്യേകത എന്താണ്? വിരലുകളിൽ ചെറിയ അസ്ഥികൾ, തുടയെല്ല് വലുത്. വിരലുകളിൽ ചെറിയ അസ്ഥികളാണ്, അതായത് കൈയിലെ പോലെ തന്നെ. വിരലുകളിൽ ചെറിയ അസ്ഥികൾ, തുടയെല്ല് വലുതാണ്. ഏറ്റവും വലിയ എല്ലേതാണ്? തുടയെല്ലല്ലേ. പിന്നെന്താണ് പ്രത്യേകത അല്ലെങ്കിൽ പ്രയോജനം എന്താണ്? കാലിൻ്റെ ചലനം സാധ്യമാകുന്നു. കാലിലെ എല്ലുകൾ പ്രയോജനം എന്താണ്? കാലിൻ്റെ ചലനം സാധ്യമാകുന്നു. ഓക്കെ, ഇവിടെ മനുഷ്യ ശരീരത്തിലെ എല്ലുകളും ആകൃതിയും വ്യത്യാസപ്പെട്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലായി. ഇവിടെ ഒരു ചിത്രം കാണിച്ചിട്ടുണ്ട് കണ്ടോ. ബൈക്കിൽ പോകുമ്പോൾ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട്. ഒരു വാർത്ത പറഞ്ഞിട്ടുണ്ട്, യുവാവ് രക്ഷപ്പെട്ടു. ഇരുചക്ര വാഹനത്തിൽ ലോറി ഇടിച്ചു. റോഡിലേക്ക് തെറിച്ചു വീണെങ്കിലും ഹെൽമെറ്റ് ധരിച്ചതിനാൽ യാത്രികന് തലയ്ക്ക് ക്ഷതമേറ്റില്ല. കൈകാലുകൾക്ക് സാരമായ പരിക്കേറ്റു. അപ്പോൾ നമ്മൾ ഹെൽമെറ്റ് വെക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ തലയ്ക്ക് പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ചിലർ വെക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പോലീസിനെ കാണുമ്പോൾ മാത്രം വെക്കും അല്ലേ. പക്ഷെ നമ്മൾ ഹെൽമെറ്റ് വെച്ച് വേണം വാഹനം ഓടിക്കാൻ. നമുക്ക് എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായാൽ ഹെൽമെറ്റ് നമ്മളുടെ തലയെ എന്തു ചെയ്യും? പ്രൊട്ടക്റ്റ് ചെയ്യും. നമ്മുടെ വേണ്ടപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഏതാ? തലയാണ്. തലയ്ക്ക് പ്രവർത്തനം ഇല്ലെങ്കിൽ നമ്മൾ ജീവിക്കുമോ? ഇല്ല. അപ്പോൾ നമുക്ക് കയ്യോ കാലോ ഒക്കെ നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, തല ഉണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ, അതായത് ഇരുചക്ര വാഹനങ്ങൾ ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് വെക്കുക, നമ്മുടെ തലയ്ക്ക് പ്രൊട്ടക്ഷൻ നൽകുക. ഓക്കെ, നോക്കിക്കേ, അസ്ഥികൾ പലവിധം. നമ്മൾ കണ്ടു അസ്ഥികളെല്ലാം ഒരേപോലാണോ ഇരിക്കുന്നത്? അല്ല, അസ്ഥികളെല്ലാം വ്യത്യസ്തമാണ്. നോക്കിക്കേ, നട്ടെല്ല്, തലയോട്, വാരിയെല്ല്, മറ്റെല്ലുകൾ എന്നിവ ആകൃതിയിലും വലുപ്പത്തിലും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. തലയോട് തലച്ചോറിനെ സംരക്ഷിക്കുന്നു. തലയോട് നമ്മുടെ തലച്ചോറിനെ സംരക്ഷിക്കുന്നുണ്ട് അല്ലേ. തലയോട്ടിയിൽ കീഴ്ത്താടിയെല്ലിന് മാത്രമാണ് ചലന സ്വാതന്ത്ര്യമുള്ളത്. ശരീരത്തിലെ ഏറ്റവും ബലമുള്ള എല്ലുകൾ ഏതാണ്? കീഴ്ത്താടിയെല്ലാണ്. ശരീരത്തെ നേരെ നിർത്തുന്നത് നട്ടെല്ലാണ്. നട്ടെല്ലിന് ഏൽക്കുന്ന ചില ക്ഷതങ്ങൾ ആജീവനാന്തം തളർച്ചയ്ക്ക് കാരണമാകാം. ശ്വാസകോശങ്ങൾ, ഹൃദയം എന്നിവയെ പൊതിഞ്ഞു സൂക്ഷിക്കുന്നത് ആരാണ്? വാരിയെല്ലാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏതാണ്? തുടയെല്ലാണ്. അപ്പോൾ ഏറ്റവും ബലമേറിയത് ഏതാണ്? ഏറ്റവും ബലമുള്ളത് കീഴ്ത്താടിയാണ്. ഏറ്റവും വലിയ അസ്ഥി ഏതാണ്? തുടയെല്ലാണ്. മാറിപ്പോവരുത്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ്? ചെവിക്കുള്ളിലെ സ്റ്റേപ്പിഡ് ആണ്. അപ്പോൾ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ചെവിക്കുള്ളിലെ സ്റ്റേപ്പിഡ് ആണ്. വലിയത് ഏതാണ്? തുടയെല്ലാണ്. ബലമേറിയത് കീഴ്ത്താടിയെല്ലാണ്. ഓക്കെ, നോക്കിക്കേ, ശരിയായ ശരീരനിലകൾ. നട്ടെല്ലിന്റെ ആരോഗ്യത്തിന് ശരിയായ ശരീരനിലകൾ പാലിക്കേണ്ടതുണ്ട്. ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും കിടക്കുമ്പോഴും പാലിക്കേണ്ട നിലകൾ നോക്കൂ. നോക്കിക്കേ, ഇരിക്കുമ്പോഴെങ്ങനെയാണ്? തലയൊക്കെ കുനിഞ്ഞ് നട്ടെല്ലും കുനിച്ചാണോ ഇരിക്കേണ്ടേ? അല്ല, നമ്മൾ എങ്ങനെ ഇരിക്കണം? നിവർന്ന് വേണം ഇരിക്കാൻ. അതുപോലെ തന്നെ എന്താണ്? നിവർന്ന് നട്ടെല്ല് നിവർത്തി വേണം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒന്ന് നട്ടെല്ലിനെ ബാധിക്കുന്ന രീതിയിൽ ചെയ്യരുത്, അതായത് കുനിഞ്ഞൊന്നും ചെയ്യരുത്. ഇവിടെ സാധനങ്ങളൊക്കെ എടുക്കുന്നത് നോക്കിക്കേ, കണ്ടോ എങ്ങനെയാണ്? നട്ടെല്ല് കുനിച്ചു വെച്ചുകൊണ്ടായിരിക്കല്ലേ, നട്ടെല്ല് നിവർത്തി വെച്ച് വേണം ഓരോ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട്. നോക്കിക്കേ, ഭാരം ഉയർത്തുമ്പോൾ പാലിക്കേണ്ട ശരീരനില ഏത്? ഇവിടെ നോക്കിക്കേ, ഭാരം ഉയർത്തുകയാണ്. ഭാരം ഉയർത്തുമ്പോൾ എങ്ങനെയാണ് ശരീരനില? നോക്കിക്കേ, കണ്ടോ ഇങ്ങനെ ചെയ്യണം. ഭാരം ഉയർത്തുമ്പോൾ ഇങ്ങനെ വേണം ചെയ്യാൻ. ഈ കാണിച്ചേക്കുന്നത് തെറ്റായതാണ്. അതുപോലെ തന്നെ നോക്കിക്കേ, കിടന്നുകൊണ്ട് നമ്മൾ ഒരു കാര്യം ചെയ്യരുത്. കണ്ടോ, ഇങ്ങനെ ഇരുന്നൊന്നും ചെയ്യരുത്. കണ്ടോ, കൃത്യമായി ചെയ്യേണ്ട കാര്യങ്ങൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. കണ്ടോ, ടിക്ക് ചെയ്തേക്കുന്നത് നോക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ നിവർന്ന് വേണം ഓരോ കാര്യങ്ങളും ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മുടെ നട്ടെല്ലിന് പ്രശ്നം ഉണ്ടാവും. നോക്കിക്കേ, ഓരോ സന്ദർഭത്തിലും നട്ടെല്ല് പരമാവധി നിവർന്നിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നട്ടെല്ല് വളച്ചിരിക്കുന്നത് നട്ടെല്ലിന്റെ ആരോഗ്യത്തെ ബാധിക്കും, പുറം വേദനയ്ക്ക് കാരണമാകും. നമ്മൾ ചില സമയത്തൊക്കെ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്ക് പുറം വേദന അനുഭവപ്പെടാറുണ്ടല്ലേ. അപ്പോൾ എന്തുകൊണ്ടാണ്? നമ്മൾ നിവർന്നിരിക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ നിവർന്നിരുന്ന് കാര്യങ്ങൾ ചെയ്യണം, നമ്മുടെ നട്ടെല്ല് നിവർത്തി വെക്കണം. ഓക്കെ, എത്ര അസ്ഥികൾ? ജനിക്കുന്ന സമയത്ത് ശരീരത്തിൽ ഏകദേശം എത്ര അസ്ഥികളുണ്ട്? 300 എല്ലുകൾ ഉണ്ടാവും. അപ്പോൾ ഇത് എക്സാമിന് ചോദിക്കുന്നതാണ്. ജനിക്കുന്ന സമയത്ത് എത്ര എല്ലുകളുണ്ട്? 300. പ്രായപൂർത്തിയാവുന്നതോടെ ഇതിൽ പലതും ഒന്നിച്ചു ചേർന്ന് ഏതായി മാറും? 206 ആയിട്ട് മാറും. അപ്പോൾ ഈ രണ്ട് നമ്പറും നോക്കി വെക്കണം, എക്സാമിന് ചോദിക്കുന്നതാണ്. മനുഷ്യ ശരീരത്തിലെ അസ്ഥികൾ താഴെ പറയുന്ന തോതിലാണ്. എങ്ങനെയാണ്?
തലയോട് 22, വാരിയെല്ല് 24, ഓരോ 30, അരക്കെട്ട് 2, നട്ടെല്ല് 33, ഓരോ കൈയിലും 32, മാറല് 1. അപ്പോൾ തലയോട് 22 വാരിയെല്ല് നമ്മൾ പറഞ്ഞു 12 ജോഡി എന്നല്ലേ. അപ്പോൾ 12 ജോഡി എന്ന് തന്നാലും ശരിയാണ്. വാരിയെല്ല് 12 ജോഡി, അതായത് 24. ഓരോ കാലിലും എത്രയുണ്ട്? 30. അരക്കെട്ടിൽ 2, നട്ടെല്ല് 33 ഓരോ കൈയിലും എത്ര ഉണ്ട്? 32 കാലിൽ 30, കയ്യിൽ 32. അപ്പോൾ ഈ നമ്പേഴ്സ് ഒക്കെ പഠിച്ചു വെക്കണേ. മാറല് 1 ഉള്ളൂ കേട്ടോ, മാറല് 1. ഓക്കെ, ഇനി നോക്കണം. നമ്മുടെ മനുഷ്യ ശരീരത്തിൽ, മനുഷ്യ അസ്ഥികൂടത്തിൽ ചെവിക്കൂടയിലും മൂക്കിലും അസ്ഥികൾ ഉണ്ട്. നോക്കിക്കേ, മൂക്ക്, ചെവി എന്നിവയിൽ കാണുന്നത് മൃദുവായ അസ്ഥികളാണ്. ശരിയല്ലേ? നമുക്ക് തൊട്ട് നോക്കുമ്പോൾ അറിയാം. നമ്മുടെ മൂക്കിൻ്റെ അറ്റത്തൊന്ന് തൊട്ട് നോക്കിക്കേ, മൂക്ക് അല്ലെങ്കിൽ ചെവിയിൽ ഒന്ന് ടച്ച് ചെയ്ത് നോക്കിക്കേ. എങ്ങനെയാണ്? അവിടെയുള്ള അസ്ഥികൾ എങ്ങനെയുള്ളതാണ്? മൃദുവായ അസ്ഥികളാണ്. ഇവയെ പറയുന്നത് എന്താണ്? തരുണാസ്ഥികൾ എന്നാണ്. എന്താണ്? തരുണാസ്ഥികൾ. ഓക്കെ, കുട്ടികളിൽ തരുണാസ്ഥികളുടെ എണ്ണം കൂടുതലായിരിക്കും. അപ്പോൾ തരുണാസ്ഥികൾ എവിടെയൊക്കെയുണ്ട്? കൈമുട്ട്, കാൽമുട്ട്, കൈക്കുഴ എന്നിവിടങ്ങളിലെ അസ്ഥികളെ യോജിപ്പിക്കുന്നിടത്ത് തരുണാസ്ഥികളാണ് ഉള്ളത്. വാരിയെല്ലുകളുടെ അഗ്രഭാഗം, ചെവി, മൂക്ക്, ശ്വസനനാളം, കശേരുക്കൾ എന്നിവിടങ്ങളിലും തരുണാസ്ഥികളുണ്ട്. ഓക്കെ, കോൺഡ്രോസൈറ്റ്സ് കോശങ്ങളാൽ നിർമ്മിതമാണ് തരുണാസ്ഥികൾ. ഏതാണ്? കോൺഡ്രോസൈറ്റ്സ്. ഓക്കെ, നോക്കിക്കേ, ചലനത്തിനും സഞ്ചാരത്തിനും ഇവിടെ ഒരു പ്രവർത്തനം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അതിലൂടെ പോകാം. നോക്കിക്കേ, നിങ്ങളുടെ കൈമുട്ടുകൾ നിവർത്തി വെച്ച് പിന്നിൽ നീളമുള്ള ഒരു വടി കൊണ്ട് കെട്ടിവെക്കും. ഒന്ന് ആലോചിച്ചേ, നമ്മുടെ കൈയെ നീട്ടി വെച്ചിട്ട് എന്താ ചെയ്യണം? ഒരു നീളമുള്ള ഒരു വടി കൊണ്ട് കെട്ടണം. എന്നിട്ട് നമ്മളോട് പറയുന്നത് എന്താണ്? കെട്ടിവെച്ച കൈ കൊണ്ട് ഭക്ഷണം എടുത്ത് കഴിക്കുന്നതായി കാണിക്കും. നമുക്ക് കഴിക്കാൻ പറ്റുമോ? നമ്മുടെ വായിലേക്ക് അത് എത്തുമോ? ഇല്ല. നമ്മുടെ കൈ നമുക്ക് ചലിപ്പിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ പല്ല് തേക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കൂ. പല്ല് തേക്കാൻ കഴിയുമോ? ഇല്ല. നമ്മുടെ കൈ നമുക്ക് നിവർന്നു തന്നെ ഇരിക്കും. കൈയെ ചലിപ്പിക്കാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ ഈ പ്രവർത്തനങ്ങൾ എന്തുകൊണ്ട് ചെയ്യാൻ കഴിയാത്തത്? നമ്മുടെ കൈ ഇങ്ങനെ നീണ്ട് വടി കൊണ്ട് കെട്ടി വെച്ചേക്കുവാണ് അല്ലേ. അപ്പോൾ നമ്മുടെ കൈക്ക് വഴങ്ങാൻ അല്ലെങ്കിൽ ചലിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല. നോക്കിക്കേ, കൈപ്പത്തികളും കൈമുട്ടുകളും ചലിപ്പിച്ച് നോക്കൂ. കൈപ്പത്തി നമുക്ക് എങ്ങനെയാണ്? മുകളിലേക്കും താഴോട്ടും ചലിപ്പിക്കാൻ കഴിയും. കൈമുട്ടോ? കൈമുട്ടൊക്കെ നമുക്ക് ഒരു ദിശയിലേക്ക് മാത്രമാണ് ചലിപ്പിക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, രണ്ടും ഒരേ രീതിയിൽ ചലിപ്പിക്കാൻ കഴിയുമോ? ഇല്ല. കഴുത്ത്, കാൽമുട്ട്, വിരലുകൾ തുടങ്ങി വിവിധ ശരീരഭാഗങ്ങൾ എങ്ങനെയെല്ലാം ചലിപ്പിക്കാൻ കഴിയും? കഴുത്ത് നമുക്ക് 2 ദിശകളിലേക്ക് അല്ലെ, നമുക്കിങ്ങനെ ദിശകളിലേക്ക് മാറ്റി ചലിപ്പിക്കാൻ കഴിയും. കാൽമുട്ടോ? കാൽമുട്ട് നമുക്ക് ഒരു ദിശയിലേക്കാണ് ചലിപ്പിക്കാൻ കഴിയുന്നത് അല്ലേ. കാൽമുട്ട്, കൈമുട്ട്, വിരലുകൾ, കാൽമുട്ട്, കൈമുട്ട്, വിരലുകളൊക്കെ നമുക്ക് എങ്ങനെയാണ്? ഒരേ ദിശയിലേക്ക് മാത്രമാണ് ചലിപ്പിക്കാനായിട്ട് കഴിയുന്നത്. ഓക്കെ, ഇവിടെ പറഞ്ഞിട്ടുണ്ട് കൈപ്പത്തി മുകളിലേക്കും താഴേക്കും ചലിപ്പിക്കാൻ കഴിയുന്നു. കൈമുട്ട്, കാൽമുട്ട്, കൈമുട്ടും കാൽമുട്ടും എങ്ങനെയാണ്? കൈമുട്ട്, കാൽമുട്ട് എന്നിവ ഒരു ദിശയിൽ മാത്രം ചലിപ്പിക്കാൻ കഴിയുന്നവയാണ്. അതുപോലെ തന്നെ കഴുത്ത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചലിപ്പിക്കാം അല്ലേ. ഇരു ദിശകളിലേക്ക് നമുക്ക് ചലിപ്പിക്കാൻ കഴിയും. കൈക്കുഴയോ? കൈക്കുഴ നമുക്ക് എങ്ങനെയാണ്? കൈക്കുഴ നമുക്കിങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ അറിയാം അല്ലേ, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, ഇവിടെ നോക്കിക്കേ, ഒരു ഭാഗത്തേക്ക് മാത്രം നമുക്ക് ചലിപ്പിക്കാൻ കഴിയുന്നത് ഏതാണ്? നമ്മുടെ കൈമുട്ട്, കാൽമുട്ട്, അതുപോലെ തന്നെ കൈപ്പത്തിയൊക്കെ നമുക്ക് ഒരേ ഭാഗത്തേക്ക് മാത്രമാണ് ചലിപ്പിക്കാൻ കഴിയുന്നത്. എന്നാൽ ഇരു ദിശകളിലേക്കും ചലിപ്പിക്കാവുന്നത് ഏതാണ്? നമ്മുടെ കഴുത്തല്ലേ. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചലിപ്പിക്കാനായിട്ട് സാധിക്കും. നോക്കിക്കേ, പല ദിശകളിലേക്കും ചലിപ്പിക്കാവുന്നത് നമ്മുടെ തോളൊന്ന് ഇങ്ങനെ കൈ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കിക്കേ. മൊത്തത്തിൽ നമ്മുടെ കൈ നമുക്ക് പല ദിശകളിലേക്ക് നമുക്ക് ചലിപ്പിക്കാനായിട്ട് സാധിക്കും. തോളല്. ഓക്കെ, പലതരം ചലനങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും നമ്മെ സഹായിക്കുന്നത് അസ്ഥികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന അസ്ഥിസന്ധികളാണ്, ജോയിൻസ്. എന്താണ്? പലതരം ചലനങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും നമ്മെ സഹായിക്കുന്നത് അസ്ഥികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന അസ്ഥിസന്ധികളാണ്. ഇനിയുടെ സന്ധി ശരീരഭാഗം പ്രത്യേകത പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. നോക്കിക്കേ, ഗോളരസന്ധി. ഗോളരസന്ധി എവിടെയാണ് കാണുന്നത്? തോളല് സന്ധി, ഇടുപ്പല്ല്, അവിടെയാണ് ഗോളരസന്ധി കാണുന്നത്. നോക്കിക്കേ, പ്രത്യേകത ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ളതാണ് തോളലും ഇടുപ്പല്ലും. ഒരു അസ്ഥിയുടെ അറ്റത്തുള്ള ഉരുണ്ട ഭാഗം മറ്റൊരു അസ്ഥിയുടെ കുഴിയിൽ തിരിയുന്നു.
ഇനി നോക്കിക്കേ, വിജാഗിരി സന്ധി. വിജാഗിരി സന്ധി എവിടെയാണ് കാണുന്നത്? കൈമുട്ട് കാൽമുട്ട്. കൈമുട്ട് കാൽമുട്ടിലാണ് വിജാഗിരി സന്ധി കാണുന്നത്. വിജാഗിരി പോലെ ഒരു ഭാഗത്തേക്ക് മാത്രം ചലിപ്പിക്കാൻ കഴിയുന്നതാണ് കൈമുട്ട് കാൽമുട്ട് എന്നിവിടങ്ങളിലെ അസ്ഥികൾ. ഇനി നോക്കിക്കേ, കീലസന്ധി. കീലസന്ധി എന്ന് പറയുന്നത് എന്താ നോക്കിക്കേ. കീലസന്ധി എവിടാ കാണുന്നേ? കഴുത്തിലാണ്. തലയോടും നട്ടെല്ലിന്റെ മുകൾ ഭാഗവും ചേരുന്ന സ്ഥലമാണ്. കീലസന്ധി കാണുന്നത് കഴുത്തിലാണ്. തലയോടും നട്ടെല്ലിന്റെ മുകൾ ഭാഗവും ചേരുന്ന സ്ഥലമാണത്. നോക്കിക്കേ, ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരുദിശകളിലേക്കും തിരിയുന്നു. ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരുദിശകളിലേക്കും തിരിയുന്നു. നോക്കിക്കേ, അസ്ഥികൾ സംരക്ഷിക്കാം. അസ്ഥിഭംഗം എന്ന് പറഞ്ഞാൽ എന്താന്ന് നോക്കാം. ശക്തമായ ആഘാതം ഏൽക്കുന്നത് അസ്ഥി പൊട്ടുന്നതിനോ അസ്ഥികളിൽ വിള്ളലുകൾ ഉണ്ടാവുന്നതിനോ കാരണമാകാം. അസ്ഥി ഒടിയുന്നതിനെയാണ് അസ്ഥിഭംഗം എന്ന് പറയുന്നത്. ചിലപ്പോൾ അസ്ഥികൾ സ്ഥാനം തെറ്റാറുണ്ട്. ഇതിനാണ് സ്ഥാനഭ്രംശം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ താഴെ പറയുന്ന ലക്ഷണങ്ങൾ പരിശോധിച്ച് അസ്ഥിഭംഗം വന്നിട്ടുണ്ടോ എന്ന് തിരിച്ചറിയാം. എങ്ങനെയാണ്? പരിക്കേറ്റെടുത്ത് വേദന, പരിക്കേറ്റ ഭാഗം ഇളക്കാൻ പ്രയാസം, നീരുവന്ന് വീർത്തിരിക്കുന്നു, അല്പം വളവ് സംഭവിച്ചിട്ടുണ്ട്, സമാനമായ എല്ലുമായി വ്യത്യാസം. ഓക്കെ, ഇതൊക്കെയാണ് അസ്ഥിഭംഗം സംഭവിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. നോക്കിക്കേ, അസ്ഥിഭംഗമുണ്ടായാൽ നമ്മുടെ എല്ല് ഒടിയുകയോ പൊട്ടുകയോ ഒക്കെ ചെയ്യുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. എന്താ പറയുന്നത്? അസ്ഥിഭംഗം സംഭവിച്ച ഒരാളെ വേഗം എന്ത് ചെയ്യണം? ആശുപത്രിയിൽ എത്തിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഒടിഞ്ഞ ഭാഗങ്ങൾ ഇളകാതെ ശ്രദ്ധിക്കണം. ഇതിന് സ്പ്ലിന്റ് ഉപയോഗിച്ച് കെട്ടുന്നത് സഹായകമാകും. അപ്പോൾ നമ്മുടെ അസ്ഥി എവിടെയെങ്കിലും പൊട്ടുപൊടിയോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഒടിഞ്ഞ ഭാഗം ഇളകാതെ ശ്രദ്ധിക്കണം. എന്നിട്ട് എന്തോ ഉപയോഗിക്കണം? സ്പ്ലിന്റ് ഉപയോഗിക്കണം. നോക്കിക്കേ, സ്പ്ലിന്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന്? മരം, പ്ലാസ്റ്റിക്, ലോഹം എന്നിവയിൽ ഏതെങ്കിലും കൊണ്ട് നിർമ്മിച്ച ഉറപ്പുള്ള താങ്ങുപലകയാണ് സ്പ്ലിന്റ്. കൈകാലുകളിലെ ഒടിവുള്ള എല്ല് നിശ്ചലമാക്കി വയ്ക്കാൻ സ്പ്ലിന്റ് വെച്ച് കെട്ടുന്നത് സഹായകമാകും. ഓക്കെ, ഇനി നോക്കിക്കേ, അസ്ഥികളുടെ കാഠിന്യം. നമ്മുടെ അസ്ഥിക്ക് എങ്ങനെയാണ് കാഠിന്യമായിട്ട് ഇരിക്കുന്നതെന്ന് നോക്കാം. അസ്ഥികളുടെ കാഠിന്യത്തിന് കാരണം എന്താണ്? കാൽസ്യം ഫോസ്ഫേറ്റ് ആണ്. അതിനാൽ അസ്ഥികളുടെ വളർച്ചയ്ക്ക് കാൽസ്യം, ഫോസ്ഫറസ് എന്നിവ ആവശ്യമാണ്. അസ്ഥികളുടെ വളർച്ചയ്ക്ക് കാൽസ്യവും ഫോസ്ഫറസും ആവശ്യമാണ്. വളർച്ചയുടെ ഘട്ടത്തിൽ കാൽസ്യം, ഫോസ്ഫറസ് തുടങ്ങിയ ധാതുക്കൾ അസ്ഥികളെ എന്ത് ചെയ്യുന്നു? ബലപ്പെടുത്തുന്നു. ചെറിയ കുട്ടികളുടെ അസ്ഥികൾക്ക് ബലം കുറയാൻ കാരണം എന്താണ്? കാൽസ്യം ഫോസ്ഫേറ്റിന്റെ നിക്ഷേപം കുറവായതിനാലാണ്. പ്രായമായവരിൽ ശരീരത്തിന് വേണ്ട കാൽസ്യം അസ്ഥികളിൽ നിന്നും ആഗിരണം ചെയ്യാറുണ്ട്. പ്രായമായവരിൽ എങ്ങനെയാണ്? ശരീരത്തിന് വേണ്ട കാൽസ്യം അസ്ഥികളിൽ നിന്നാണ് ആഗിരണം ചെയ്യുന്നത്. അതുകൊണ്ട് എന്ത് സംഭവിക്കും? ഇത് അസ്ഥികളുടെ ബലക്ഷയത്തിന് കാരണമാകുന്നുണ്ട്. അതുകൊണ്ടാണ് പ്രായമായവരുടെ അസ്ഥിക്ക് ബലമില്ലെന്നൊക്കെ പറയത്തില്ലേ? നോക്കിക്കേ, കുമ്പളങ്ങ, പടവലങ്ങ തുടങ്ങിയ പച്ചക്കറികളും പേരയ്ക്ക, ചാമ്പയ്ക്ക തുടങ്ങിയ പഴങ്ങളിലും മുട്ട, പാൽ, ചെറു മത്സ്യങ്ങൾ എന്നിവയിലും എന്തോ ഉണ്ട്? കാൽസ്യം ധാരാളമുണ്ട്. അപ്പം നമ്മൾ കാൽസ്യം കഴിക്കുന്നത് നല്ലതാണ്. ഓക്കെ, അതായത് കാൽസ്യം അടങ്ങിയ ഭക്ഷണം. അപ്പോൾ നമ്മുടെ ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. ചെറിയൊരു ചാപ്റ്ററാണ്. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു. പ്രധാനപ്പെട്ട പോയിന്റുകളുണ്ട്, അത് പഠിക്കണം. ശരി.